എന്റെ അമ്മയ്ക്ക് എന്റെ അമ്മയുടെ ലോകത്തെന്ന് പറഞ്ഞ ഒരാതകമാണ് അനുഭവം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്റെ അമ്മയെ സഹായിക്കണം. എന്റെ മോനെ കയ്യിൽ താങ്ങാത്തോണ്ടാണ് വീട്ടിലേക്ക് ഇറങ്ങിയത്. 7 കൊല്ലം കൂടി നമ്മുടെ നാട്ടുകാരും അവരെ രക്ഷിക്കണേ. ഒരു സഹായം എന്റെ കുട്ടിയെ സഹായത്തിന് രക്ഷിക്കണേ. ഞങ്ങളെ കയ്യിൽ താങ്ങലില്ല, അതുകൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത്. എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് എൻ്റെ അമ്മയെ രക്ഷിക്കണം. എൻ്റെ പേര് ലക്ഷ്മിയാണ്. എനിക്ക് സെല്ലിനുള്ള രോഗമാണ്. 7 വർഷമായിട്ട് ഞാൻ സെല്ലിയായിട്ട് കഴിയാണ്. വേദനയാണെങ്കിലും ഒരു ദിവസം പോലും വേദന ഇല്ലാത്ത ദിവസമില്ല. എൻ്റെ കുഞ്ഞുങ്ങളാണ്. എനിക്ക് ജീവിക്കണമെന്ന് നല്ല ആഗ്രഹമാണ്. കുഞ്ഞുങ്ങൾക്ക് നേരെ ഒരു ആഹാരം കൊടുക്കാനോ ഒരു സ്കൂളിൽ നേരെ വിടാനോ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് ജീവിക്കണമെങ്കിൽ ഇനി 25 ലക്ഷം വേണം. ഞാൻ മരണക്കിടക്കയിലാണ്. എൻ്റെ ഭർത്താവിന് അമ്പലത്തിലെ ശാന്തിയാണ്. നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. മരുന്ന് കഴിച്ചിട്ട് തന്നെ 2 മാസം ആകുന്നുണ്ട്. അതിനാൽ വേദനയൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മക്കളോടൊപ്പം ഒന്ന് ജീവിക്കണമെന്ന് വളരെ ആഗ്രഹം. 25 ലക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ചികിത്സ നടത്താൻ കഴിയുള്ളൂ. എല്ലാവരും ഒന്ന് സഹായിക്കണം. എല്ലാവരും ഒന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവരോടും എന്നെ ഒന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമസ്കാരം പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ ജഗദീഷ് അത്തിപ്പറ്റ. ഞങ്ങളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പോത്തങ്കോട് പഞ്ചായത്തിൽ പണിമൂല എന്ന പ്രദേശത്ത് ഒരു 30 വയസ്സായ സഹോദരി ലക്ഷ്മി എന്ന സഹോദരി SLE എന്ന ഒരു മാരക രോഗം, എല്ലുപൊടിയുന്ന രോഗവുമായി ബന്ധപ്പെട്ട് കഷ്ടതയിൽ അനുഭവിക്കുന്ന ആ സഹോദരി കുറേ മാസങ്ങളായി മരുന്ന് മേടിക്കാൻ പൈസയില്ലാതെ, കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പോലും അയക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ആ കുടുംബം, ഒരു അമ്പലത്തിലെ ശാന്തിക്കാരനാണ് ഹസ്ബൻഡ്. ആ സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ 25 ലക്ഷം രൂപ വേണം. ഈ നാടും നഗരവും പഞ്ചായത്ത് പ്രസിഡന്റും സ്കൂളിലെ ഹെഡ് മാസ്റ്ററും പൊതുപ്രവർത്തകരും ഉൾപ്പെടെയുള്ള ഈ വീഡിയോയിൽ നിങ്ങളെല്ലാവരും ഈ സഹോദരിയെ സഹായിക്കണം. എന്നാലേ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ സഹോദരിക്ക് കഴിയുള്ളൂ. മരണം ഏത് സമയവും സഹോദരിയെ കാർന്നു തിന്നുന്ന ഒരു മാരക രോഗമാണ്. നിങ്ങളെല്ലാവരും സഹായിച്ചാൽ ഒരു ജീവനെങ്കിലും